ഇതിപ്പോൾ നോർമൽ സൗണ്ട്, ഭയങ്കര വണ്ടി കാമാണ്. ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഒരു സ്മൂത്തായിട്ടുള്ള നല്ല വൃത്തിയുള്ള സൗണ്ട്. ഇപ്പം നാട്ടിൽ നിങ്ങൾക്ക് കുറേ ടീംസ് കാണും, കടകടേന്നാക്കി സെവിട്ടാലെ പൊടിയാണ്. പക്ഷേ ഈ വണ്ടി ഞാൻ വലിയ അങ്ങനെ ആക്കില്ല. ഞാൻ ടൗണിൽ കയറി എക്സോസ്റ്റ് ഓണാക്കിയാലും ആൾക്കാർ ഇതിങ്ങനെ രസത്തോടെ നോക്കും, മനസ്സിലായി, ബോറില്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മുടെ മിനി കൂപ്പർ ഉണ്ടല്ലോ, മിനി കൂപ്പറിൻ്റെ ഒരു മിനി സൗണ്ട് ഇല്ല, മിനി സൗണ്ടാണ് സാധനം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ആഫ്റ്റർ ലോങ് ഡേയ്സ് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ നാട്ടിലെത്തി. കുറേ കാലത്തിന് ശേഷം നമ്മുടെ ബ്ലൂ ബീനൊന്ന് വെള്ളം തൊടിക്കാന്ന് വിചാരിച്ച് നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചേക്കാണ്. എൻ്റെ പൊന്നേ. സോ അതാണ് നമ്മൾ ക്യാപ്സലിന് കൊടുത്തത്. ഹംസുദ്ദീൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നേ കേട്ടോ. അപ്പോൾ വണ്ടി കറക്റ്റ് നോക്കാൻ ആളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ കഴുകിയില്ല, അടിപൊളിയാക്കുന്ന വീട്ടിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്ര പൈസ നിങ്ങൾ തരുന്നത്? ഫണ്ടുള്ളവരെ ടൈം പാസിന് അയക്കരുത്, ഇനിഷ്യലി മെസ്സേജ് കോൺടാക്ട് ചെയ്യുക. കൊടുക്കാനുള്ള പ്ലാനും ആഗ്രഹമില്ല. പക്ഷേ ഞാനിപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ പരിപാടികൾ. പെട്ടെന്ന് ഈ വണ്ടി കൊണ്ടുപോകാന്ന് പറയാനൊന്നും. അതേസമയത്ത് യൂസ്ഫുൾ ആവുന്നൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് കയറുമ്പോൾ തന്നെ 500 രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലുള്ള കുട്ടിയായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന, ഓടിപ്പിടിക്കുന്ന, ചാടിപ്പിടിക്കുന്ന, ഫ്രീ ഫയർ, പബ്ജി എല്ലാം കളിക്കാൻ പറ്റും. എന്നിട്ട് പോക്കറ്റ് മണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിൻസോ ആപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. സോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഡൗൺലോഡ് ചെയ്യുക. പുതിയ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്താൽ യൂസേഴ്സിന് 550 രൂപ കയറുമ്പോൾ തന്നെ കിട്ടും. ഒരു ഫ്രീ ടൈമിലൊക്കെ വെറുതെ 5-10 ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് സെൽഫായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സ്പോട്ട് നമുക്ക് അക്കൗണ്ടിലും കിട്ടുന്ന അടിപൊളി ഗെയിം ആപ്ലിക്കേഷനാണ്. നമുക്ക് അങ്ങോട്ട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടി ഫണ്ണായിട്ടുള്ള ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റുന്ന വിൻസോ ആപ്പ് ഉണ്ട്. സോ റെഫർ ചെയ്തിട്ടും ഗെയിംസ് കളിച്ചിട്ട് അടിപൊളിയായിട്ട് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റും. ഫ്രീ ഫയർ ഡയമണ്ട്സ്, ട്രേഡിംഗ് കോഡ്, മണി എല്ലാം കിട്ടുന്നതായിരിക്കും. സ്പോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ലിങ്ക് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് ബ്ലോഗ് കാണുന്നവർക്ക് അറിയായിരിക്കാം, നമ്മുടെ നാട് വിട്ട് കൊച്ചി പരിപാടികളൊക്കെ ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൈറ്റിലും തമ്മനയിലും കണ്ടതുപോലെ നമ്മുടെ ബ്ലൂ ബി ബേബി ഇതവിടെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. കാര്യം ഇപ്പോൾ ഏകദേശം 1-2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഞാൻ പോയതിന് ശേഷം വണ്ടി എടുക്കാനാളില്ല. കണ്ടവരുടെ കയ്യിൽ കൊടുത്തുവിടാനും പറ്റില്ലല്ലോ. ഇത് ഓടിക്കുക, നടക്കുക, പോലീസ്, അങ്ങനെ കുറേ വിഷയങ്ങളില്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം ജസ്റ്റ് ഇങ്ങനെ ചെറിയ സ്ഥലത്തൊക്കെ വണ്ടി കൊടുത്താലോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 ലക്ഷം, 3 ലക്ഷം, 2.25 ലക്ഷം കുറേ ഓഫറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഞാനിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ സമ്മതിച്ചിട്ടില്ല. സോ എന്നാലും നമ്മൾ ഫൈനലി നമ്മുടെ ബ്ലൂ ബി എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലുതായിട്ടൊന്നും കാണിച്ചിരുന്നില്ല. കുറേ ദിവസം ഞാനിവിടെ എടുക്കാതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു വണ്ടി സ്ഥിരമായിട്ട് എടുത്തില്ലെങ്കിൽ വണ്ടിക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 2-3 ആഴ്ചത്തോളം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഈ വണ്ടി ഞാൻ എടുക്കാതെ വെച്ചിട്ട് ഞാൻ വന്നെടുത്തപ്പോൾ ഈ വണ്ടി തുള്ളി സ്റ്റാർട്ടായി. ഒരു കുഴപ്പമില്ല, പക്കാ എൻജിൻ, പക്കാ വണ്ടി. ഇവനെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. എത്ര ദൂരം നമ്മൾ പോയാലും, കിലോമീറ്ററുകൾ ഓടിയാലും, ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിൻ്റെ അവിടെ നിന്ന് കണ്ണൂർ വരെ ഞാൻ നിർത്താതെ വണ്ടി ഓടിച്ച് വന്നെങ്കിലും ഇവനിങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് ലുക്കിൽ എങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ബീനെ എല്ലാ എഞ്ചിനും ക്യൂട്ടാട്ടോ. എനിക്ക് വിഷമമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴിയിൽ ഇവിടെ വെച്ചോണ്ടിരുന്നപ്പോൾ എന്തോ വന്ന് ഒരഞ്ഞിട്ട് ഈ ഒരു സാധനം ഇതിങ്ങനെ പൊളിഞ്ഞു പോയി കേട്ടോ. ഇത് പിന്നെ ഒരു 500 കൊടുത്ത് പുട്ടി ഇങ്ങനെ ഇച്ചിരി പുട്ടിയിട്ട് എടുത്ത് പെയിൻ്റ് അടിച്ചാൽ തീർന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. സോ ഇതാണ് പറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടി എടുക്കാതെ വെക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിനിപ്പോൾ കൊച്ചിയിലോട്ട് മാറി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി അങ്ങോട്ട് അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡ്യൂക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നൊരു സാഹചര്യം എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ വീട്ടിലോട്ടുള്ള വഴി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത മറ്റേ വീട്, അതിൻ്റെ വഴി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, അത് വേറെ കാര്യം. സോ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പൊന്നു പോലെ നോക്കുന്ന വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറഞ്ഞ നല്ലൊരു പ്രൈസിന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഫേസ്ബുക്കിലേക്ക് വണ്ടി കിടപ്പുണ്ട്. കുറേ പേര് വണ്ടി സെയിൽ ചെയ്താൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ അവനെടുത്താലെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബ്ലൂ ബി കുട്ടി. പിന്നെ വണ്ടിയിൽ എന്തൊക്കെ വർക്ക് ചെയ്ത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈസ്റ്റർ 2 ദിവസം കൂടി നാട്ടിലുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ വീണ്ടും പോകും. പക്ഷെ അമ്മയൊക്കെ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എനിക്കും കൊടുക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടാഞ്ഞിട്ടല്ല, എനിക്കിപ്പോൾ കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് പണി നടക്കുന്നുണ്ട്, അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ വണ്ടി നമ്മൾ മപ്പ് സാധനങ്ങൾ വേറെ ഇറക്കും. പക്ഷേ ഇപ്പോൾ ഇറക്കണ്ട, എനിക്കിപ്പോൾ കുറച്ചൊരു ബ്രേക്ക് വേണം. കാര്യം ഞാൻ നാട്ടിലില്ല. എൻ്റെ ഒരു കണ്ണുള്ളപ്പോൾ വണ്ടിക്കൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ എന്ത് വന്നു, ഒരു പൊടി വീണ പോലും മനസ്സിലായി. ഞാനങ്ങനെ എനിക്കപ്പോൾ ഓടി വരാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല എപ്പോഴും. അപ്പോൾ ഞാൻ ഒന്ന് വരാതിരുന്നപ്പോൾ തന്നെ ഇതായി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ച് നോക്കിയത്. ചിലപ്പോൾ കൊടുക്കണമെന്നൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കമൻറ്റ് ചെയ്യുക. ഒരാളുടെ കയ്യിൽ വണ്ടി കൊടുത്തില്ലെങ്കിൽ വണ്ടിക്ക് ഇതാവുക എന്ന് വെച്ചാൽ നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ ആയിപ്പോയി. വേറെ സീനൊന്നുമില്ല. എന്തായാലും വണ്ടിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒന്ന് കേൾപ്പിച്ച് തരാം. എണ്ണ വളരെ കുറവാണ്. ഇപ്പം തന്നെ 3-4 മണിക്കൂർ വണ്ടി ഓണാക്കിയിട്ടാണ് വന്നത്. നമുക്ക് വണ്ടി കയറാം. ഇതൊക്കെ വാട്ടർ സർവീസ് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കയറുന്നു.
വണ്ടിയിൽ തന്നെ നമ്മുടെ ഇനി പുതുതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ഒരുപാട് വണ്ടി കളക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നോർമൽ സൗണ്ട്, ഭയങ്കര വണ്ടി കാമാണ്. അമ്മേ അപ്പം എന്തായാലും നമുക്ക് എക്സോസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള സൗണ്ട്. ഇപ്പം നാട്ടിൽ നിങ്ങൾക്ക് കുറേ ടീംസ് കാണും, കടകടേന്നാക്കി സെവിട്ടാലെ പൊട്ടിക്കുക. പക്ഷേ ഈ വണ്ടി ഞാൻ വലിയ അങ്ങനെ ആക്കൂല. ഞാൻ ടൗണിൽ കയറി എക്സോസ്റ്റ് ഓണാക്കിയാലും ആൾക്കാർ ഇതിങ്ങനെ രസത്തോടെ നോക്കും, മനസ്സിലായി, ബോറില്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മുടെ മിനി കൂപ്പർ ഉണ്ടല്ലോ, മിനി കൂപ്പറിൻ്റെ ഒരു മിനി സൗണ്ട് ഇല്ല, ആ മിനി സൗണ്ടാണ് സാധനം. അടിപൊളി സൗണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ എക്സോസ്റ്റ് ഇട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതി ഇതൊക്കെ ഒരു ഇഷ്ടത്തിന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ മോമ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായി. പിന്നെ RGB ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. വണ്ടി എവിടെ, വണ്ടി ബ്ലോഗ് വരാത്ത എന്ത്, പുതിയ വർക്കുകൾ എന്താണെന്നൊക്കെ ഒരുപാട് പേര് എന്നും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ കുറേ പേർക്ക് മനസ്സിലായി കൊച്ചി പോയതുകൊണ്ടാണ് ഡ്യൂക്ക് കൊണ്ടുപോയവരൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഇക്കറും അടക്കടാ ഇക്കറും അവിടെ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സോ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളൊരു പറ്റുന്ന ഒരു പ്രൈസ്. കാര്യം ഫേസ്ബുക്കിൽ കിട്ടപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ 800 പേരാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. പലരും പിന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. പക്ഷേ ഫേസ്ബുക്കിൽ പരസ്യം മാനേജ് ചെയ്യാൻ വേറൊരാളെ കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെ പറഞ്ഞു എൻ്റെ മച്ചാനെ സ്വസ്ഥത തരുന്നില്ല, അത്ര പേരാ വണ്ടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2.5, 3 ലക്ഷം, 3.4 ഓരോരുത്തർക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് എൻ്റെ വണ്ടി മുടക്കിയ പൈസ, എടുത്ത പൈസ ഒന്നും കിട്ടൂല. പക്ഷേ ഇതൊന്നും നമ്മൾ പൈസയ്ക്ക് വേണ്ടി കളിക്കുന്നതല്ല, ബിസിനസ്സൊന്നും അല്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ കൺഫർമേഷൻ എന്തായാലും പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വണ്ടി പണിത് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഞാൻ കൊടുക്കില്ല, കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് ഇപ്പോൾ എന്താണ് 4-5ാമത്തെ വണ്ടിയാണ് ഞാൻ സ്വന്തമായിട്ട് ദൈവനങ്ങനെ കൊണ്ട് ഈ പ്രായത്തിൽ എടുത്തത്. സ്കൂട്ടി, ബൈക്ക്, അങ്ങനെ എല്ലാം ഉൾപ്പെടെ 5ാമത്തവനാണ് വരാം. ഇതിൻ്റെ നല്ലൊരു സെലക്ഷനാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം പുതിയൊരു മോഡലുമാണ്, വണ്ടിക്ക് വേറെ പണിയില്ല, ഭയങ്കര സ്മൂത്താണ്, ട്രാവൽ ഫ്രണ്ട്ലിയാണ്. പിന്നെ ലോവർ സ്പ്രിങ് എല്ലാം വണ്ടീൻ്റെ ബേക്കിലുണ്ട് കേട്ടോ. നമ്മുടെ നാട് ഇവിടെ കുറച്ച് ഹമ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്പ്രിങ് ഞാൻ കയറ്റി ഷോക്കെല്ലാം മാറ്റി കുറച്ച് പൊക്കിയത്. ബേക്കിൽ സ്പ്രിങ് ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ പക്ക നമുക്കിങ്ങനെ ലോവർ അങ്ങനെ ഹോട്ടി ലുക്കിൽ കൊണ്ടു കിടക്കാം. സോ കുറേ പേര് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് പോകുന്ന വീഡിയോ കൊച്ചിയിലേക്ക് ഉടനെ വരും. ഇനി ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പിള്ളേരുണ്ട്, കുറ്റം പറയുന്നതല്ല. നമ്മുടെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ പുറത്തുകൂടെ പൊതുജനത്തിന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ തീയൊക്കെ പോട്ടെ, അതെന്തെങ്കിലുമാണ്. പക്ഷേ ഈ സൗണ്ട് ഉണ്ട്, ചെവി തല പൊട്ടിച്ച്, പ്രത്യേകിച്ച് ബൈക്കുകളിൽ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അവിടെ അക്കറ പോയിക്കിൻ്റെ എക്സോസ്റ്റ് ഉണ്ട്. അതായത് ഡ്യൂക്കിൽ എനിക്ക് വെച്ച് ബോധം വെക്കാത്ത പ്രായത്തിൽ ഈ സൗണ്ട് ക്രേസ് കയറിയിട്ട് ഡ്യൂക്കിന് വേണ്ടി ഞാൻ അക്കറ പോയിക്ക് എക്സോസ്റ്റ് ബൈക്ക് ഓടിച്ചിട്ട് കാസർഗോഡ് വരെ ഞാൻ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു എക്സോസ്റ്റ് ഞാൻ ഒരു വട്ടം പോലും, ഞാൻ അത്രയും 10,000-2,000-3,000 രൂപ ബെൻഡ് വൈപ്പ് അടക്കം കൊടുത്തെടുത്തിയാ, ഒരു വട്ടം പോലും ഞാൻ ആ സൗണ്ട് എൻ്റെ ഡ്യൂക്കിന് വെച്ചിട്ടില്ല. കാര്യം അത് വെച്ചപ്പോൾ ഒരു വാളിച്ച് പോകുന്നവർക്ക് ഡിസ്റ്റർബ് ആവുന്നത് വലിയ സൗണ്ടാണ്. പക്ഷേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന വേണ്ടിയിട്ട് ഞാൻ ആ പൈസ പോട്ടെ എന്ന് വെച്ചിട്ട് വിൽക്കുപോലും ചെയ്യാതെ, കാര്യം വെച്ചാൽ ആൾക്കാർക്ക് കൊടുത്ത് അവർ അലമ്പാവില്ലേ, അതുകൊണ്ട് ഞാൻ ആ സൗണ്ട് വിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ പക്ഷേ വണ്ടിയിൽ, കാറിൽ ഇതുപോലെ വെറുതെ സൗണ്ട് ഉണ്ടാക്കി മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇന്ന് വരെ ഒരാളും ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും ആസ്വദിക്കുക ചെയ്ത്. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ സുഹൃത്തിനുണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇവിടെ കുറേ ടീമുണ്ട്, പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലായത്. നമ്മളെല്ലാം നല്ല വൃത്തിക്ക് മാന്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും, നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷേ ഇങ്ങനെ അലറി വിളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പൂര തെറിയുണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. സോ ഇപ്പം നീ വിചാരിക്കും ഞാനെന്താ തന്ത വൈബായിരുന്നു, പക്ഷേ റിയാലിറ്റി അതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാവില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അതൊക്കെ പറഞ്ഞിട്ടില്ല. ഏറെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക. പിന്നെ അവിടുന്ന് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനോ അങ്ങനെ ചവറായിട്ടുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ വെറുതെ ഇട്ട് വെറുപ്പിക്കണല്ലോ, അതുകൊണ്ടാണ് പറ്റാത്തത്. ഉറപ്പായിട്ട് ഷോർട്ട് വ്ളോഗും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ വരും. അതുകൊണ്ട് പറ്റുന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. സോ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.